എല്ലാ ഇവിടെ ബാക്കിൽ കുറേ ബഹളങ്ങളുണ്ടാവും. യു സി അതൊന്നും മൈൻഡ് ചെയ്യണം. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ സീക്രട്ട് ഈ ചാനലിൽ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ മെയിൽ ഐ ഡി. ഇതിലേക്ക് മെയിൽ അയക്കേണ്ടതാണ്. അനോണിമസ് ആയിട്ടോ നിങ്ങളുടെ റിയൽ മെയിലിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും അയക്കാൻ ഞാൻ കെയർ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് സീക്രട്ട് വായിക്കുന്നു, ഉണ്ടാതിരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ സീക്രട്ട്, ഞാൻ എക്സ് ഓൻ്റെ പേര് റണിൽ. ഞാൻ പറയും, വീഡിയോയിലും പറഞ്ഞു. അവനൊരു 6 years ആയി കുവൈറ്റിലാണ് വർക്കിംഗ്. സ്വന്തം ചേട്ടൻ്റെ മാരേജിന് പോലും നാട്ടിൽ വന്നില്ല. ഒരു 10 year റിലേഷൻഷിപ്പ് ഉണ്ടായിനി. ആൻഡ് കുറേ ഫൈറ്റ് ചെയ്ത് എൻ്റെ ഫാമിലി ഒക്കെ ആയി ലാസ്റ്റ് ഇയർ മാരേജ് റെഡിയാക്കാൻ സെറ്റായി. അറ്റ് ദാറ്റ് മൊമെൻ്റ് ഒരു ഫിലിപ്പീൻസ് തള്ള എനിക്ക് കുറേ പിക്കും വീഡിയോ ഒക്കെ അയച്ചു തന്നു. ദെയർ ബിങ് ഗുൾഫിസ്. കൂടെ കിടക്കുന്നത് പ്രഗ്നൻസി ടെസ്റ്റ് എറ്റ്സെട്ര. ബട്ട് ഐ ജസ്റ്റ് ഇഗ്നോർഡ്. ബട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ അത് എൻ്റെ ഫാമിലി, അവൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും ആ തള്ള പിക്കൊക്കെ അയച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ചെയ്ത്. ദെൻ ഇറ്റ് ബിക്കേം എ ബിഗ് ഇഷ്യൂ അറ്റ് ദാറ്റ് മൊമെൻറ്റ്. സ്റ്റിൽ ഞാൻ ആ തിണ്ടീനെ വിശ്വസിച്ചു. ഞാൻ ചോദിച്ചു എന്താ ഇതൊക്കെ എന്ന്. അവൻ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ് പറ്റിപ്പോയെന്ന്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഞാൻ ഓൻ്റെ ലീലാവിലാസമൊക്കെ അവൻ്റെ വീട്ടുകാർക്ക് അയച്ചു. ആൻഡ് ദേ ബ്ലോക്ക് മീ. ചെറ്റ ഫാമിലി. ലേറ്റർ പ്രവാസി സംഘടന അങ്ങനെ എന്തോ അതിലുള്ളൊരു അറിയാവുന്ന ആൾ പറഞ്ഞ് ഹി ഈവൻ ഹാവ് എ കിഡ്. നാട്ടിൽ പോയി കേസ് ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് 6 years നാട്ടിൽ വരാത്തത്. ഇപ്പോൾ ഐ ഹാവ് ഓവർകെയിം ഓൾ ദ ഡിപ്രഷൻ ആൻഡ് തിങ്സ്. ആ തെണ്ടീനെ കെട്ടിക്കഴിഞ്ഞാൽ ഇത് അറിയുന്നെങ്കിലോ എത്ര നഷ്ടം വന്നേനെ, മെൻ്റലി, ഫിനാൻഷ്യലി ആൻഡ് ഫിസിക്കലി. ഹോപ്പ് യു റീഡ് ദിസ്. നൗ ഐ എം ഡൂയിങ് മൈ റിസർച്ച്. ഐ എം ഗ്രോയിങ് ഫോർ മീ. ഹായ് വാ, ഐം ചിന്നു. നോട്ട് റിയലി. ഇത് ആക്ച്വലി ഒരു സീക്രട്ട് ഒന്നുമല്ല. ഞാൻ കുഞ്ഞായിരുന്നല്ലോ തൊട്ട് വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു കേട്ട എക്സ്പീരിയൻസ് ആണ്. ഇത് നടക്കുന്നത് എൻ്റെ ഫാമിലി ഇവിടെ വീട് മാറി വന്ന സമയത്താണ്. ലൈക്ക് ടോർച്ചൊക്കെ ഉണ്ടെങ്കിലും ചൂട്ട് ക്യാൻഡിൽസ് എല്ലാം യൂസ് ചെയ്ത് നൈറ്റിൽ യാത്ര ചെയ്യുന്ന ടൈമാണ്. സംഭവം എൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു പ്ലാവുണ്ട്. ഇത് ഒരു ഇറക്കത്തിലാണുള്ളത്, റോഡ് സൈഡിൽ തന്നെ. ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫുൾ റബ്ബറാണ്. ആ റബ്ബർ തോട്ടത്തിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട് അപ്പുറത്തുള്ള വീടുകളിലേക്ക് പോകുവാൻ. ഒരു രാത്രി എൻ്റെ അച്ഛൻ റബ്ബർ തോട്ടം കടന്ന് അപ്പുറത്തുള്ള വില്ലേജിൻ്റെ വീട്ടിൽ പോകാൻ മെഴുകുതിരിയായി ആ തോട്ടത്തിൽ കയറി. വഴി നല്ല നിശ്ചയമുള്ളതുകൊണ്ട് അച്ഛൻ നേരെ നടന്ന് താഴേക്കിറങ്ങി മുന്നോട്ട് നടന്നു. ബട്ട് കുറച്ചങ്ങ് നടന്നിട്ട് അച്ഛൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല. പകരം ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് റിപ്പീറ്റായി എത്തുക ആയിരുന്നു. വീണ്ടും നടന്നു, സെയിം പ്ലേസ്. 3rd ടൈമിൽ കയ്യിലെ മെഴുകുതിരി കെട്ടു. അച്ഛൻ ശരിക്കും പേടിച്ചു. ഒരു ലൂപ്പിൽ പെട്ട പോലെയായിരുന്നു. പിന്നെ അച്ഛനൊന്നും നോക്കിയില്ല. ഒരു ഏകദേശ ധാരണയിൽ നേരെ നടന്ന് ഫ്രണ്ടിലുള്ള ഈട് കണ്ടുപിടിച്ചു. അത് പിടിച്ച് നടന്ന് കയറാനുള്ള സ്ഥലം ഫൈനലി കണ്ടു. അതിൽ പിന്നെ ആ വഴി അച്ഛൻ തന്നെ നടന്നു പോയിട്ടില്ല. നേരത്തെ ഒരു പ്ലാവ് പറഞ്ഞില്ലായിരുന്നു, രാത്രി സമയങ്ങളിൽ ആ വഴി ആര് വന്നാലും ആ പ്ലാവിൻ്റെ അവിടെ എത്തുമ്പോൾ അവരുടെ കയ്യിലുള്ള വെട്ടം കെടുവായിരുന്നു. ടോർച്ച് ആണെങ്കിൽ അത് കെട്ടിട്ട് കുറച്ച് നീങ്ങി കഴിയുമ്പോൾ വീണ്ടും തെളിവായിരുന്നു. അതെല്ലാവരും പറയുമായിരുന്നു. മുന്നേ പറഞ്ഞ പോലെ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ, ബട്ട് സത്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഐ ഡോണ്ട് നോ. ബൈ ദ വേ, ഐ ലൈക്ക് ക്രീപ്പി സ്റ്റോറീസ് ആൻഡ് സീക്രട്ട് റീഡിംഗ് മോർ. തൻ്റെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ലുക്ക് ആൻഡ് ടോക്സ് എല്ലാം ഇഷ്ടമാണ്. വിത്ത് ചേച്ചി എന്ന് സ്റ്റാർട്ടിങ്ങിലെ വിളിക്കാമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ 1 or 2 year ഇവൻ്റെ ഓൾഡർ ആണെന്ന് തോന്നുന്നു. എനിവേ, ലവ് യു. ഇത് വായിക്കുകയാണെങ്കിൽ താങ്ക്സ്. അടുത്ത സീക്രട്ട്. ഹായ് വായി, സംഭവം നടക്കുന്നത് ഞാൻ 5th പഠിക്കുമ്പോഴാണ്. നൗ ഐ എം ഇൻ 12th. അന്നൊക്കെ ഞാനും എൻ്റെ ബ്രദറും രാവിലെ എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു. വൺ ഡേ ഇങ്ങനെ ഏർലി മോർണിംഗ് ഒരു 5 മണിക്ക് പഠിക്കാനിരുന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നൊരു ആങ്ക്ലെറ്റ് ഇട്ട് ആരോ നടക്കുന്ന സൗണ്ട് കേൾക്കാമായിരുന്നു. പക്ഷെ മുകളിൽ ചെന്നപ്പോൾ ഒന്നും കണ്ടില്ല. ഇത് നമ്മൾ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയെ ഒരു ദിവസം ഏർലി മോർണിംഗ് കിച്ചൺ ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ പുറത്താരോ നടക്കുന്ന പോലെ തോന്നിയെന്ന്. ഇതുകൂടെ കേട്ടപ്പോൾ നമ്മൾ അന്ന് നല്ല പേടിച്ചു. ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രം ഒരു ദിവസം മിഡ്നൈറ്റ് ഹാളിൽ വന്നു. അപ്പോൾ അന്ന് ഞാൻ കേട്ട സെയിം സൗണ്ട് മുകളിൽ കേൾക്കാമായിരുന്നു. ഞാൻ നല്ല പേടിച്ച് റൂമിലോട്ട് ഓടി. പിന്നീട് എൻ്റെ ലൈഫിൽ ഇതുപോലെ ഒരു പാരനോർമൽ എക്സ്പീരിയൻസസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് വായിച്ചതിന് ഒരുപാട് താങ്ക്സ്. ഐ ലവ് യുവർ വീഡിയോസ്. ഹായ് ജിജി, ഐ ലൈക്ക് യുവർ വീഡിയോസ് എ ലോട്ട്. യുവർ വേ ഓഫ് പ്രസൻറ്റിംഗ് ഈസ് യുണീക്ക് ആൻഡ് യു ലുക്ക് ഗോർജിയസ്. മാഷാഅല്ലാഹ്. ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു സബ്സ്ക്രൈബറാണ്. താങ്ക് യു സോ മച്ച്. ഇന്ന് September 23, 2024. ഞാൻ ഈ സീക്രട്ട് പറയാൻ വേണ്ടി 4 പ്രാവശ്യം ടൈപ്പാക്കി. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ കറേജ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത് പറയണമെന്ന് തോന്നി.
പറയുകയാണ്. റിഗ്രറ്റ് ആവുമോ എന്ന് എനിക്കറിയില്ല. ഇത് സീക്രട്ട് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ നെവർ ടോൾഡ് എനി വൺ എൽസ്. നോട്ട് ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക്, ബട്ട് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ അങ്ങനെ ആരും താല്പര്യം കാണിക്കാറില്ല. എവറിബഡി വാണ്ട്സ് മീ ആസ് എ ലിസണർ ബട്ട് നോട്ട് റെഡി ടു ലിസൺ ടു മീ. ഈ കാര്യം എന്നെ നല്ലോണം വിഷമിപ്പിക്കാറുണ്ട്. ഐ ഫീൽ ലൈക്ക് ഞാനൊരു ഫാറ്റ് ഫണി ഫ്രണ്ട് ആണെന്ന്. And I'm very insecure about how I look, but trust me, അത് ഞാൻ മാറ്റിയിരിക്കും. I hope you will listen to what I'm gonna say. Of course. എനിക്ക് 6 വയസ്സാകുമ്പോൾ I met a guy. I know it's too young, but yeah, it's me. That day ഞാൻ അവനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കാണുന്നത്. He was the son of my dad's colleague. അന്ന് ഞാൻ UKG കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള വെക്കേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഉമ്മ സിസ് മാത്രമായിരുന്നു ഉപ്പാടെ അടുത്തേക്ക് പോകുന്നത്. മൈ ഡാഡ് ഈസ് ഇൻ സം അതർ സ്റ്റേറ്റ്, സോ വി ആർ ഗോയിങ് ദർ. എൻ്റെ ഉമ്മ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് ഉപ്പാടെ ഒരു കൊളീഗിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ഞങ്ങൾ പോയത്. ഈ കൊളീഗിൻ്റെ മോനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഐ തിങ്ക് ഹി വാസ് 6 years ഓൾഡർ ദാൻ മീ. അന്ന് അവനൊരു ബ്ലാക്ക് ഷർട്ട് ആൻഡ് ഒരു ക്രീം പാൻ്റ് ആയിരുന്നു വെയർ ചെയ്തത്. അന്ന് അവനെ കണ്ടപ്പോൾ ഐ ഫീൽ സംതിങ് വിയേർഡ്. എനിക്ക് അന്ന് ഞാൻ ചെറുതായതുകൊണ്ട് ഈ ക്രഷ് റിലേഷൻഷിപ്പ് അതൊന്നും എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ബട്ട് എനിക്ക് അവനെ കണ്ടപ്പോൾ ആദ്യം തോന്നിയത് അവനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു. ലെറ്റ്സ് കോൾ ഹിം അൽ. അങ്ങനെ ഞങ്ങൾ ഉപ്പാടെ അടുത്ത് എത്തി. നോക്കുമ്പോൾ ഞങ്ങൾ 2 ഫാമിലിയും ഒരു വീട്ടിലായിരുന്നു സ്റ്റേ. ഐ വാസ് ടു ഹാപ്പി ബൈ ദ വേ. അങ്ങനെ 2 മാസം കഴിഞ്ഞു. ദാറ്റ് ഫാമിലി റിട്ടേൺ ടു കേരള. അത് എന്നെ സാഡാക്കി. കാരണം എനിക്ക് അപ്പോഴത്തേനും അവനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ചു പോയില്ല. സ്കൂളിൽ ഒരു മന്ത് കൂടുതൽ ലീവ് എടുത്ത് ഞങ്ങൾ അവിടെ തന്നെ നിന്നു. എനിക്ക് അവനെ മിസ്സാവുന്നത് കൊണ്ട് എനിക്ക് അന്ന് ഗെയിം കളിക്കാൻ തന്ന ഫോണിൽ ഞാനും അവനും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഞാൻ വാൾപേപ്പർ ഇടും. പിന്നെ അവൻ പറന്ന് തന്ന ഗെയിം കളിക്കും. ബിക്കോസ് ദാറ്റ് വാസ് വെയർ ലിറ്റിൽ മീ ഫൈൻഡ് ഹാപ്പിനെസ്. അങ്ങനെ ഇങ്ങനെയൊക്കെയോ ഒരു മാസം കഴിഞ്ഞു. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വാൾപേപ്പർ ഉപ്പ മാറ്റി എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും ഞങ്ങളുടെ ഫോട്ടോ ഇടും. അതുപ്പ കണ്ട് ഉപ്പ എന്നെ ഒരുമാതിരി നോക്കി. ഞാനൊന്നും അറിയാത്ത പോലെ പോയി. അങ്ങനെ ഒരു 8 കൊല്ലം കഴിഞ്ഞു. ഈ 8 കൊല്ലത്തിൽ 3-4 തവണ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് വേറെ ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. കൊറോണ വന്നതോടെ പിന്നെ അവൻ്റെ വീട്ടിൽ പോയിട്ടില്ല. ഞാനൊരു 6th പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് അവൻ്റെ ബർത്ത്ഡേ അറിയാം. പക്ഷേ ഇന്ന് വരെ ഞാൻ അല്ലിനെ ബർത്ത്ഡേ വിഷ് ആക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ 8 പഠിക്കുമ്പോൾ ആണ് ഇൻസ്റ്റ തുടങ്ങുന്നത്. ഇൻസ്റ്റ തുടങ്ങി ആദ്യം ചെയ്തത് ഇവനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ബട്ട് മിഷൻ ഫെയിൽഡ്. ഒരുപാട് ദിവസം ഞാനും എൻ്റെ കസിനും ഇവനെ തെരഞ്ഞു. പക്ഷെ കിട്ടിയില്ല. അവൻ്റെ പേരുള്ള എല്ലാവരെയും നോക്കി, പക്ഷേ അവനെ മാത്രം കിട്ടിയില്ല. എനിക്ക് അവനെ പറ്റി അറിയാനുള്ള ഒരേ ഒരു വഴി അവൻ്റെ ഉമ്മാടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ അവൻ്റെ ബർത്ത്ഡേ ഒക്കെ കണ്ടുപിടിച്ചത്. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ തിരച്ചിൽ നിർത്തി. പക്ഷെ പിന്നെ എനിക്ക് തോന്നി അല്ലിൻ്റെ സിബ്ലിങ്സിൻ്റെ ഐഡി നോക്കാമെന്ന്. അങ്ങനെ ആ പ്ലാൻ സക്സസ് ആയി. അവൻ്റെ ഇക്കാടെ അക്കൗണ്ട് എനിക്ക് കിട്ടി. അതുവഴി അല്ലിൻ്റേതു. ഐ ക്ലിയർലി റിമെമ്പർ അന്ന് നോമ്പ് കാലമായിരുന്നു. അക്കൗണ്ട് കിട്ടുമ്പോൾ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഫോളോ ആക്കി ഇറങ്ങി. ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് പോസ്റ്റ് ഒന്നും നോക്കിയില്ല. പബ്ലിക് അക്കൗണ്ട് ആയിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ ഫോളോ ബാക്ക് കിട്ടി. At that moment I was heavenly happy, but it didn't last because അവൻ്റെ ഒരു പോസ്റ്റിൽ he was with a girl and they were standing so close. അപ്പോൾ ഫുൾ മൂഡ് പോയി. എത്ര കാലം ഞാൻ അവനെ ആലോചിച്ചിരുന്നത് വെറുതെ ആയി എന്ന് തോന്നി. പക്ഷേ കണ്ടപ്പോൾ ആ പിന്നെ വേറെ റിലീജിയൻ ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ചെറിയ സമാധാനമായി. കാരണം ഞാൻ വിചാരിച്ചു വല്ല ബെസ്റ്റിയും ആവുമെന്ന്. അങ്ങനെ കുറച്ച് മാസം കഴിഞ്ഞു. അപ്പോഴാണ് ഇവരുടെ കോളേജ് ഇൻസ്റ്റ അക്കൗണ്ട് ഞാൻ കണ്ട്. അങ്ങനെ അതിലൊരു റീൽ നോക്കുമ്പോൾ they were too close. അപ്പോൾ എനിക്ക് തോന്നി ഇവർ തമ്മിൽ സംതിങ്. അത് കണ്ടതോടെ ആകെ ബാഡായി. വല്ലാത്ത ഒരു ഇത്. അങ്ങനെ ഇരിക്കെ ഇവൻ്റെ ബർത്ത്ഡേ വരാനായി. ഞാൻ ബർത്ത്ഡേ അറിഞ്ഞത് മുതൽ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ അലിൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം 12 ആവാൻ കാത്തിരിക്കും. എന്നിട്ട് 12 മണിയായാൽ എൻ്റെ കാലണ്ടറിലും ഡയറിയിലും ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തു. ടു ഗുഡ് ഫോർ ദിസ് വേൾഡ്. പക്ഷേ അക്കൗണ്ട് കിട്ടിയതിന് ശേഷമുള്ള ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ബർത്ത്ഡേ വിഷാക്കി. പിന്നെ അവിടുത്തെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹി ഡിലീറ്റഡ് ദ പോസ്റ്റ്. ഓനും മോളും ഉള്ളത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ പലതവണ ഞാൻ ഇതൊക്കെ നിർത്താമെന്ന് വെച്ചതായിരുന്നു. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ആണെങ്കിൽ ഇതൊന്നും അല്ലിനോട് പറയുന്നതും ഇല്ല. അങ്ങനെ വീണ്ടും 1 year കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഇത് ഞാനാണ് എന്ന് അല്ലിന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എൻ്റെ പഴയ ഒരു പിക്ക് സ്റ്റോറി ഇട്ടു. അതിൽ ലൈക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ മറന്നിട്ടില്ല എന്ന്. ഈ പ്രസൻറ്റ് വീക്കിൽ ഞാനൊരു സ്റ്റോറി ഇട്ടു. ഞാനും എൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത്. ഞാൻ ഈ സ്റ്റോറി ഇടുന്നത് തന്നെ അവൻ കാണാൻ വേണ്ടി മാത്രമാണ്. അവൻ എൻ്റെ സ്റ്റോറീസ് ഒന്നും അങ്ങനെ കാണാറില്ല. പക്ഷേ ഇത് കറക്റ്റായി കണ്ട് റിപ്ലൈയും തന്നു. അങ്ങനെ 5 കൊല്ലത്തിന് ശേഷം അവനായിട്ട് സംസാരിക്കാൻ പോവാണല്ലോ എന്ന എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അത് ഓപ്പൺ ആക്കി. വേണ്ടായിരുന്നു എന്ന് തോന്നി. ബിക്കോസ് ഹി ജസ്റ്റ് ആസ്ക്ഡ് ഹൂ ഈസ് ദാറ്റ് ഗേൾ ബിഹൈൻഡ് യു. ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവനക്ക് എൻ്റെ ഫ്രണ്ടിനെ ഇഷ്ടമായി. പക്ഷേ അവൾക്ക് അവനെ ഇഷ്ടമല്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയണേ ഓൻ ലുക്കില്ല, കണ്ടാൽ കഞ്ചാവ് പോലെ ഉണ്ട് എന്നൊക്കെയാണ്. ബട്ട് ഫോർ മീ ഹീസ് ദ മോസ്റ്റ് ഹാൻസം ബോയ് ഐ ഹാവ് എവർ സീൻ.
ഇത്രയും കാലം ഒരു ഇൻട്രാക്ഷനും ഇല്ലായിട്ടും എനിക്ക് അവനെ മറക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ് ഇതൊന്നും അവനറിയില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. കാരണം അവനക്ക് ഞാനൊരു ചെറിയ കുട്ടിയെ പോലെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററെ പോലെ ആവും, അതുകൊണ്ട് പറയാൻ തോന്നുന്നില്ല. പിന്നെ ഞാൻ ഭയങ്കര ഇൻസെക്യൂറാണ്, സോ ഐ കാണ്ട്. എനിക്ക് ഈ ക്രഷിങ് നിർത്താൻ പറ്റുമോ എന്നറിയില്ല, ബിക്കോസ് ഇറ്റ്സ് ബീൻ ഡാം 10 years. പക്ഷേ എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ എനിക്ക് അവനെ മറക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ചേച്ചി, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എല്ലാം മറന്നൊരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ 10 years ഓഫ് ക്രഷിങ് എറാ വേസ്റ്റ് ഓഫ് ടൈം ആവില്ലേ? എന്തെങ്കിലും ഒരു അഡ്വൈസ് താ പ്ലീസ്. ഐ ഹോപ്പ് യു വിൽ റീഡ് ദിസ്. ഐ ലവ് യു. ഐ ലവ് യു ടു. ഐ റിയലി വാണ്ടഡ് എ സിസ്റ്റർ ലൈക്ക് യു. ചില ക്രഷുകളായി തന്നെ വിടുന്നതാണ് നമുക്ക് ബുദ്ധി. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ ഭയങ്കര ഇമാജിനേഷനിൽ അവർ ഭയങ്കര ടോപ്പിൽ കൊണ്ട് എത്തിച്ച് നിർത്തും. റിയൽ ലൈഫിൽ നമ്മുടെ ലോകത്ത് ഏറ്റവും കണ്ടേ വെച്ച് ഏറ്റവും വൃത്തിയിട്ട ആൾക്കാർ അവരായിരിക്കും. പറയാൻ പറ്റില്ല. ചില ക്രഷുകളെ ക്രഷായിട്ട് വിടുക ആൻഡ് മൂവ് ഓൺ. യു ക്യാൻ. ഐ ട്രസ്റ്റ് യു. ഡോണ്ട് കട്ട് യുവർ ബ്യൂട്ടി, യു ലുക്ക് ലൈക്ക് റപ്പുൻസിൽ. சொல்லுவாங்க. யோவி, I hope you will listen to what I'm. It's okay. Buy new shoes with that type. I wasn't even paying attention, dude. ഷൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എത്രനാളാവും? 13th December. November 30 മേടിച്ചു. എനിക്ക് ചേച്ചീനെ ഇഷ്ടമാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് മാത്രമേ പറ്റുമെങ്കിൽ ഹലോ.